സുവിശേഷ പ്രസംഗം നിർവഹിക്കുന്നതും സെൻട്രൽ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയാണ്. ഹെലൻ സി വർഗീസിനെ വളരെ സ്നേഹത്തോടുകൂടി ഇന്നത്തെ സുവിശേഷ ഘോഷണം നിർവഹിക്കുവാൻ ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട അച്ഛൻ, സ്നേഹനിധികളായ വിശ്വാസികളുടെ സമൂഹമേ, ഏവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധ സഭ ഇന്ന് യോഹന്നാൻ സ്നാപകന്റെ ജനനം ബാലദിനമായി കൊണ്ടാടുകയാണ്. മൂല്യ തകർച്ചയുടെയും ദുരിത കാഴ്ചകളുടെയും ശബ്ദ കോലാഹലങ്ങളിൽ അകപ്പെട്ട് ലോകത്തിന്റെ പോക്ക് എങ്ങോട്ട് എന്ന് പരസ്പരം നെഞ്ചുരുകി ചോദിക്കുന്ന കാലഘട്ടത്തിൽ യോഹന്നാൻ സ്നാപകന്റെ ജനനം ലോകത്തിന് എപ്പോഴും ഒരു പുത്തൻ പ്രതീക്ഷയും പ്രത്യാശയുമാണ് നൽകുന്നത്. ഇന്ന് ഏവൻഗേലിയോനായി വായിച്ച വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 80 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഏതാനും ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ വർഷവും ഇതേ ആഴ്ചയിൽ ഈ വേദഭാഗം നാം ചിന്തിക്കാറുള്ളതാണ്. എന്നാൽ ഓരോ വചന കേൾവിയും ഒരനുഭവവും ഒരാത്മ വിലയിരുത്തലുമാകണം. ഈ അധ്യായത്തിന്റെ 66-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഈ പൈതൽ എന്തായി തീരുമെന്ന് ജനങ്ങളെല്ലാം ആശ്ചര്യപ്പെട്ടു എന്നാണ്. മക്കളില്ലാതിരുന്ന സക്കറിയ എലീശബത്ത് ദമ്പതികൾക്ക് അവരുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി വാർദ്ധക്യത്തിൽ ലഭിച്ച പൈതലിന് പരിച്ഛേദനയോടൊപ്പം പേരിടുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണിത്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരാളുടെ മൂത്ത പുത്രന് പരിച്ഛേദനയോടൊപ്പം തന്റെ അപ്പന്റെ പേർ നൽകണമെന്ന നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ പൈതലിന് സക്കറിയാവ് എന്ന് പേരിടണം. എന്നാൽ പാരമ്പര്യമോ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ നിർബന്ധത്തിന് വഴങ്ങാതെ ദൈവേഷ്ടത്തിൽ വിധേയപ്പെട്ട് അവർ ഈ പൈതലിന് യോഹന്നാൻ എന്ന് പേരിട്ടു. ഇതിന്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൂതൻ അവനോട്, സക്കറിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലീശബത്ത് ഒരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഒന്നാമതായി ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്നത് ഒരു ദൈവഹിതത്തിന് വിധേയപ്പെടൽ നടക്കുന്നു എന്നാണ്. അതായത് ദൈവഹിതത്തിന് വിധേയപ്പെടുക. സക്കറിയാവ് ദൈവഹിതം അനുസരിച്ച് പൈതലിന് യോഹന്നാൻ എന്ന് പേരെഴുതി. നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിന്റെ ഇഷ്ടം നമ്മിൽ നിറവേറട്ടെ എന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. എന്നാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചാൽ ദൈവത്തെ മറക്കുന്ന ഒരനുഭവം ഉണ്ടാകരുത്. ഇവിടെ സക്കറിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു. പൈതലിന് യോഹന്നാൻ എന്ന് പേരിടണം എന്നതായിരുന്നു ദൈവഹിതം. നമ്മുടെ തീരുമാനങ്ങളും ഇച്ഛകളും ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുവാൻ നാം തയ്യാറാവണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 39-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങി പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. 1 പത്രോസ് 4-ന്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നാം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടത്. ചിന്തിക്കുക, നാം നമ്മുടെ ഹിതത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാണോ? ജീവിതമാകുന്ന നാടകത്തിലെ വെറും നടന്മാരാണ് നാം. ഡയറക്ടർ ദൈവമാണെന്ന് ഓർക്കുക, യജമാനൻ ദൈവമാണ്, നാം വെറും വേലക്കാർ മാത്രമാണ്. ആ യജമാനന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം.
ഒരു കഥ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ആഫ്രിക്കയിലെ അടിമ കച്ചവടം നടത്തുന്ന സ്ഥലത്തുകൂടി ഒരു സുവിശേഷകൻ നടന്നു പോകുമ്പോൾ ഒരു പാവം മനുഷ്യൻ ആ ഒഴിഞ്ഞ സ്ഥലത്ത് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ആ സുവിശേഷകൻ ആ മനുഷ്യനോട് ചോദിച്ചു, നീ മാത്രം ഇവിടെ നിൽക്കുന്നത് എന്താണ് എന്ന്. ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, എന്റെ കൂടെ ഉണ്ടായിരുന്നവരെ എല്ലാം ഓരോരുത്തർ വാങ്ങി, എന്നെ മാത്രം ആരും വാങ്ങിയില്ല. ആ സുവിശേഷകൻ നിന്റെ യജമാനൻ എവിടെയെന്ന് ചോദിച്ചു. അങ്ങനെ ആ മനുഷ്യൻ തന്റെ യജമാനനെ കാണിച്ചു കൊടുത്തു. സുവിശേഷകൻ യജമാനന്റെ കയ്യിൽ നിന്ന് ഈ മനുഷ്യനെ വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങി, ഇനി നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിനക്ക് എവിടെയും പോകാം. എന്നാൽ ആ മനുഷ്യന്റെ മറുപടി ഇതായിരുന്നു, എന്നെ വിലയ്ക്ക് വാങ്ങിയ അങ്ങയെ വിട്ട് ഞാൻ ഒരിടത്തും പോകില്ല. എന്നെ വിലയ്ക്ക് വാങ്ങിയ അങ്ങയെ വിട്ട് ഞാൻ ഒരിടത്തും പോകില്ല. പ്രിയരെ, ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, യേശുവിന്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയതാണെങ്കിൽ അവന്റെ ഇഷ്ടത്തിന് നമ്മെ ഭരമേൽപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെയെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നാം വാഗ്ദത്തം പ്രാപിക്കും. 1 യോഹന്നാൻ 2:17 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും. രണ്ടാമതായി, ഈ പൈതൽ എന്തായി തീരുമെന്ന് ജനങ്ങളുടെ ആശങ്ക. ഈ പൈതൽ എന്തായി തീരും? കാരണം യോഹന്നാൻ എന്ന പേർ സക്കറിയാവ് ഒരു എഴുത്തുപലകയിൽ എഴുതി കാണിച്ചപ്പോൾ സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്ന സക്കറിയാവിന് സംസാരശേഷി തിരികെ കിട്ടി. അവന്റെ വായും നാവും തുറന്നു. അപ്പോഴാണ് അവിടെ കൂടി നിന്നവരുടെ ചോദ്യം, ഈ പൈതൽ എന്തായി തീരും? യോഹന്നാൻ എന്ന പേരിനർത്ഥം ദൈവത്തിന്റെ ദാനം എന്നാണ്. പ്രിയരെ, നാം ആർക്കൊക്കെയാണ് ഒരു ദാനമായി അല്ലെങ്കിൽ ഒരു അനുഗ്രഹമായി തീരേണ്ടത്? നാം എവിടെ ആയിരുന്നാലും ഒരു അനുഗ്രഹമായി തീരാൻ ശ്രമിക്കാറുണ്ടോ? അതോ എന്റേത് മാത്രം എന്ന് ചിന്തിക്കുന്ന സ്വാർത്ഥതയുടെ പര്യായമാണോ? നമുക്ക് എന്ത് കിട്ടുമെന്നല്ല, നമുക്ക് എന്ത് നൽകാൻ കഴിയുമെന്ന് ചിന്തിച്ചാൽ ഈ ലോകം തന്നെ മാറി മറിഞ്ഞേനെ. യോഹന്നാൻ സ്നാപകൻ തന്റെ സമൂഹത്തിൽ നിന്നും ഒന്നും സ്വന്തമാക്കുവാൻ തുനിഞ്ഞില്ല. എന്നാൽ തന്റെ ജീവിതം മുഴുവനും മാനവ സേവയ്ക്കായി ഉഴിഞ്ഞുവെച്ചു. നമ്മുടെ പ്രവൃത്തി മൂലം ആരെയെങ്കിലും ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ ആകർഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതോ നമ്മുടെ പ്രവൃത്തി കണ്ട ആളുകൾ ക്രിസ്തുവിൽ നിന്ന് അകലുകയാണോ ചെയ്തിട്ടുള്ളത്? അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി പ്രവർത്തിക്കാൻ ശ്രമിക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെനഡി അദ്ദേഹത്തിന്റെ രാഷ്ട്രത്തോടുള്ള ആദ്യ ഔദ്യോഗിക പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, രാഷ്ട്രത്തിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കുമെന്നല്ല, രാഷ്ട്രത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചു കൊള്ളേണ്ടതാണ്. മറ്റുള്ളവരെ നേടേണ്ടതിന് ദാസനായി അവരുടെ നന്മ അന്വേഷിപ്പാൻ കഴിഞ്ഞാൽ നാം ഒരു അനുഗ്രഹമായി തീരും. യോഹന്നാൻ സ്നാപകൻ കർത്താവിന് വേണ്ടി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സ്നാനമേറ്റ ഒരു വിശുദ്ധ സമൂഹത്തെ ഒരുക്കിക്കൊണ്ടിരുന്നു. മൂന്നാമതായി, ഇതിന്റെ 66 വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് നാം വായിക്കുന്നത്, കർത്താവിന്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു. കർത്താവിന്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു. യോഹന്നാന്റെ എല്ലാ വഴികളിലും ദൈവം കൂടെ ഉണ്ടായിരുന്നു. ഇതിന്റെ അർത്ഥം ചിലരോടുകൂടെ ദൈവത്തിന്റെ കരം അല്ലെങ്കിൽ ദൈവീക ഇടപെടിയിലുണ്ടെന്നും ചിലരോടുകൂടെ ഇല്ലെന്നുമല്ല. പ്രതിപ്രകാരം സന്നദ്ധരാകുന്നവരെ മാത്രമേ ദൈവത്തിന് ഉപയോഗിപ്പാൻ കഴിയൂ എന്ന് നാം മനസ്സിലാക്കണം. നാം എല്ലാവരോടും കൂടെ ദൈവത്തിന്റെ കരമുണ്ട്. ആ കൈക്കീഴിൽ താണിരുപ്പാൻ നമുക്ക് കഴിയണം. അതായത് നമ്മെ തന്നെ അവന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ കഴിയണം. ഒരിക്കൽ ഒരു സുവിശേഷ യോഗത്തിന്റെ
സമാപന സമയത്ത് സ്തോത്രകാഴ്ച എടുക്കുന്ന പ്ലേറ്റിൽ എല്ലാവരും അവരുടെ തുക നിക്ഷേപിച്ചപ്പോൾ ഒരു ബാലൻ അത് കയ്യിൽ വാങ്ങി അതിൽ കയറി നിന്നിട്ട് പറഞ്ഞു, ദൈവമേ, ഞാൻ എന്നെ തന്നെ അങ്ങയ്ക്ക് സമ്പൂർണമായിട്ട് സമർപ്പിക്കുന്നുവെന്ന്. ഇതായിരിക്കണം നമ്മുടെ സമർപ്പണം. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് വലുതോ ചെറുതോ ആകാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകളെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക എന്നതാണ് പ്രധാനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ 5 താലന്ത് ലഭിച്ചവനെയും 2 താലന്ത് ലഭിച്ചവനെയും 1 താലന്ത് ലഭിച്ചവനെയും നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ വലുതെങ്കിലും ചെറുതെങ്കിലും ദൈവകൃപയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ അവന്റെ കരം നമ്മളിൽ പ്രവർത്തിക്കും. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ലോകത്തിന്റെ വീണ്ടെടുപ്പിന് കർത്താവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകന്റെ ജനനത്തോടനുബന്ധിച്ച് ഇന്ന് വായിച്ച ഏവൻഗേലിയോനിൽ നിന്ന് 3 ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവച്ചത്. 1, നാം ദൈവഹിതത്തിന് വിധേയപ്പെടുക. 2, നാം മറ്റുള്ളവർക്ക് അനുഗ്രഹമാവുക. 3, ദൈവത്തിന്റെ കരം നമ്മെ നടത്തണം. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് ഇടവക തരുന്ന എല്ലാ കൈത്താങ്ങലുകളെയും നന്ദിയോടെ സ്മരിക്കുന്നു. ജീവിതത്തിന്റെ യാഥാർത്ഥ്യ ലക്ഷ്യങ്ങളായ അറിവ്, നെറിവ്, തിരിച്ചറിവ് എന്നിവയുടെ അർത്ഥം ഗ്രഹിക്കുവാൻ ബാല്യ, കൗമാര, യൗവനക്കാരായ നമുക്കേവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചു